സ്കെയർവെയർ പേരിൽ തന്നെ ഉണ്ട്, എന്തോ പേടിപ്പിക്കുന്ന സംഭവമാണ്. നിങ്ങൾ ഫോൺ ഇങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾക്കൊരു പോപ്പപ്പ് മെസ്സേജ് വരികയാണ്. അതായത് നിങ്ങളുടെ ഫോണിൽ ആന്റിവൈറസ് വേണം, പല വൈറസും ഫൗണ്ട് ആയിട്ടുണ്ട്. എന്തുമാവട്ടെ, പല രീതിയിലും നിങ്ങളെ പേടിപ്പിച്ച ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യിപ്പിക്കും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾക്ക് ലൈവായിട്ട് കാണാം. സോ ഇതുപോലെയുള്ള വാർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലാവട്ടെ ഫോണിലാവട്ടെ കാണാം. സോ ഇവിടെ കണ്ട യുവർ ആപ്പിൾ ഐഫോൺ ഈസ് സിവിയർലി ഡാമേജ്ഡ് വിത്ത് 6 വൈറസ്. സോ ഇതിൽ ട്രോജനാണ് എഫക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവർ തന്നെ ഒരു ഡൗൺലോഡ് ലിങ്ക് തരും ആന്റിവൈറസ് ഡൗൺലോഡ് ചെയ്യാൻ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഒരു ആന്റിവൈറസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ വാർണിംഗ്സ് ഇത് പല രീതിയിൽ വരാം. വൈറസ് ഫൗണ്ട് ബ്രൗസറിലാണ് ഇത് വരിക. നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വാർണിംഗ് വരാം. അപ്പോൾ അവരെന്ത് ചെയ്യും, ആന്റിവൈറസ് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾക്ക് റെക്കമെൻഡ് ചെയ്യും. ആ ആന്റിവൈറസ് ഡൗൺലോഡ് ചെയ്ത് എന്താ സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സോ ഈ ഒരു ലാപ്ടോപ്പിൽ ഇതുപോലെ ഫേക്ക് ആന്റിവൈറസ് എന്ന് പറഞ്ഞിട്ട് ട്രോജനോ അല്ലെങ്കിൽ മാൽവെയർ കണക്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലാപ്ടോപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ എന്താണോ യൂസ് ചെയ്യുന്നത് അവിടെയാണ് എഫക്ട് ചെയ്യുന്നത്. ആ ലാപ്ടോപ്പിന്റെ സ്ക്രീനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ എന്താണോ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് അത് നേരെ അവിടെയാണ് എഫക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു അറ്റാക്കിനാണ് നമ്മൾ സ്കെയർവെയർ എന്ന് പറയുന്നത്. നമ്മളെ പേടിപ്പിച്ച് അവർ പറയുന്ന ആന്റിവൈറസ് നമ്മളോട് ഡൗൺലോഡ് ചെയ്യാൻ പറയും. അത് ആന്റിവൈറസ് ആകാം, ഇതുപോലെ ഏത് രീതിയിലും ആവാം. സോ ആന്റിവൈറസ് ആവട്ടെ, ഏത് ആപ്ലിക്കേഷൻ ആവട്ടെ, അത് ട്രസ്റ്റഡ് വെബ്സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനോ പോപ്പപ്പ് കാരണം നിങ്ങൾ പേടിക്കരുത്. അത് ഫേക്ക് ആവാം, ആവാതിരിക്കാം. വട്ട് എവർ. ഫോർ മോർ വീഡിയോസ് ഫോളോ ഒഫൻസ് ഹാക്കേഴ്സ് അക്കാദമി.